ഹായ് ഓൾ. നമ്മൾ നിഫ്റ്റിയിലൊരു എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇടാം. 23,400ന്റെ കോൾ ഓപ്ഷനിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വ്യൂന്ന് അതായത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തെടുക്കായിരുന്നു ബാങ്ക് നിഫ്റ്റി അത് അത്യാവശ്യത്തിന് നല്ല ഗ്യാപ് ഡൗൺ ലൈനാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം അവസാനം വന്ന കുറച്ച് ക്യാൻഡിൽസ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് നിൽക്കണത്. വലിയ മൂവ്മെന്റ് ഒന്നും താഴത്തേക്ക് നമുക്ക് കാണാനില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടിൽ നിന്നൊരു റിവേഴ്സൽ ക്യാൻഡിലും കൂടി വന്നപ്പോഴാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തത്. ഇപ്പൊ നമ്മളുടെ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 23,400ന്റെ കോൾ ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ഥിരം എടുക്കുന്ന പോലെ 130 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റിന്റെ ക്യാൻഡിലില് കറക്റ്റ് പറയാ വെച്ചെങ്കിൽ 9:30ന്റെ ക്യാൻഡിലാണ് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തത്. ആ ക്യാൻഡിലല്ല, ആ ക്യാൻഡിലിന്റെ ലോയില്, അതും പ്രീമിയത്തിലാണ് നമ്മൾ ലോയില് എൻട്രി എടുത്തിട്ടുള്ളത്. എൻട്രി എക്സിക്യൂട്ട് ആയതിനു ശേഷം നല്ലപോലെ താഴത്തേക്കാണ് കേട്ടോ മാർക്കറ്റ് പോണത്, മൂവ്മെന്റ് നടക്കണത്. ബാങ്ക് നിഫ്റ്റിയും സെയിം മൂവ് തന്നെയാണ് താഴേക്ക് വരുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മള് സ്റ്റോപ്പ് ലോസ് വെച്ചിങ് 1:3, 4 ആ റേഞ്ചിൽ തന്നെയാണ് കിടക്കണത്. ലോസ് വെച്ചിങ് 2,000 വരെ എടുത്തും പ്രോഫിറ്റ് വെച്ചിങ് ഒരു 8,000 വരെ മുകളിലേക്ക് എന്നുള്ള രീതിയിൽ. എന്തായാലും ഇവിടുന്ന് അപ്പ് സൈഡിലേക്ക് ഷൂട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എത്രത്തോളം വീണ്ടും താഴത്തേക്ക് നമ്മുടെ എൻട്രി ക്യാൻഡിൽ തന്നെ നല്ലൊരു ഡിക്ക് താഴേക്ക് വന്നത് കൊണ്ട് തന്നെ മൂവ്മെന്റ് താഴേക്ക് വന്നോണ്ട് നമ്മുടെ SL ചെറുതാണല്ലോ, ഇപ്പോഴും 15 പോയിന്റ്സിന്റെ അടുത്തുള്ളൂ. അപ്പൊ SL അടിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. ഓപ്ഷൻ ബയർ എന്നുള്ള രീതിയിൽ നല്ലൊരു മൂവ്. നമ്മൾ എൻട്രി എവിടുന്നാണ് എടുക്കുന്നത് അവിടുന്ന് അപ്പ് സൈഡിലേക്ക്. പ്രത്യേകിച്ച് എന്റെ എൻട്രി എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. സ്കാൽപേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ 15 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ ക്യാൻഡിലൊക്കെ ധാരാളമാണ് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പൊ ഞാൻ സാധാരണ 50 പോയിന്റ്സ് ആണ് സെസ്സിൽ ഇടാറ്. അപ്പോൾ അതൊക്കെയും നല്ലൊരു പ്രീമിയത്തിൽ നല്ലൊരു ഹൈ സ്പൈക്ക് ഒക്കെ വരിക വെച്ചാൽ 50 പോയിന്റ്സ് എന്നൊക്കെ ഉള്ളത് സുഖമായിട്ട് ഹിറ്റ് ചെയ്യാവുന്നുള്ളൂ സ്റ്റോപ്പ് ലോസ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എൻട്രി എടുത്തിട്ട് അധികം നേരം ഒന്നും ആയിട്ടില്ല. 2-3 ക്യാൻഡിൽസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് അപ്പ് സൈഡിലേക്ക് ഒരു ബുള്ളിഷ്നെസ് കാണിച്ചിരുന്നു. പക്ഷെ വീണ്ടും താഴേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ SL അടുത്ത് എത്താറുണ്ട്. ഒരു 3 പോയിന്റ്സ് ഒക്കെ ഉള്ളൂ. അതെന്തായാലും പെട്ടെന്ന് തന്നെ ഹിറ്റ് ആവും. കാരണം പിന്നെ അതേപോലെ നമ്മുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട്. ഇത് ഒരിക്കലും ഒരു ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് ഇല്ല. പലപ്പോഴും ഫേക്ക് ബ്രേക്ക് ഡൗൺ തന്നിട്ട് നമ്മുടെ SL ഒക്കെ എടുക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എന്തായാലും കൂടുതൽ നീട്ടി വെച്ച് കൊണ്ടുപോകുന്നില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എപ്പോ വേണമെങ്കിലും SL ഹിറ്റ് ആവാം, അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് പെട്ടെന്നൊരു ഇത് വരണം. പിന്നെ എനിക്ക് സാധാരണ നമ്മള് വെക്കാറുള്ള പോലെ നീട്ടി വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഈ ട്രേഡിൽ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് അതിൽ തന്നെ പിടിച്ചിട്ടിരിക്കുന്നത്. സെയിം SL തന്നെ. ഇപ്പൊ അല്ലെങ്കിൽ ഇന്നലത്തെ പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നീട്ടി വെക്കായിരുന്നു. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ SL ഹിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും അടുത്തൊരു ട്രേഡ് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. നമ്മള് രണ്ടാമത്തെ ഒരു ട്രേഡും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ട്രേഡ് നമുക്ക് കിട്ടിയത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഇപ്പൊ നിഫ്റ്റിയിൽ തന്നെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം താഴേക്ക് വന്നൊരു 2 ക്യാൻഡിൽസ്, ഒരു 9:45നും 9:48 ആ റേഞ്ചിൽ വരുന്ന ക്യാൻഡിൽസിൽ തന്നെ ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിവേഴ്സിൽ വന്നിരുന്നു അപ്പ് സൈഡിലേക്ക്. അതിനുശേഷം ഇപ്പൊ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് വീണ്ടും നല്ലൊരു ഷൂട്ട് ചെയ്തിട്ട് ക്യാൻഡിൽ വന്നു. അപ്പോൾ ആ ഒരു ക്യാൻഡിലിന്റെ ലോയിലാണ് നമ്മൾ പ്രീമിയത്തിൽ ഏകദേശം എൻട്രി എടുത്തിട്ടുള്ളത്. പക്ഷെ കുറച്ച് കൂടുതൽ, നമ്മൾ 30 ക്വാണ്ടിറ്റി ടാർഗറ്റ് വെച്ചിട്ട് ഒരു 50 പോയിന്റ്സിന്റെ അടുത്ത് SL ഇടാറ്. പക്ഷെ ഇപ്പൊ ഈ വട്ടം നമ്മള് 60 പോയിന്റ്സ് ഇട്ടിട്ട് ചെറുതാക്കിയിട്ടുണ്ട് SL. ഇങ്ങനെ ഇടുന്ന സമയത്ത് വല്ല സ്പൈക്ക് ഒക്കെ വന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ്. പക്ഷെ താഴേക്ക് ഉള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ എൻട്രി എടുത്തതിന്റെ ശേഷം ഇനിയൊന്നും നമുക്ക് ചെയ്യാല്ല. എന്തായാലും വെയിറ്റ് ചെയ്തിട്ടിരിക്കാം. പിന്നെ ഈ എൻട്രി കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. കാരണം ആദ്യത്തെ SL അടിച്ചതിന് ശേഷം
ഒരു കുറച്ച് നേരം കൂടുതൽ വെയിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ അതിനായിട്ട് മുന്നേ തന്നെ പെട്ടെന്ന് എൻട്രി എടുത്തു. അത് ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കാനുള്ള മെയിൻ റീസൺ എനിക്ക് നിഫ്റ്റിയിൽ ഇത്രയും ആ ഒരു കറക്റ്റ് ഏരിയ കിട്ടിയില്ല. എവിടുന്ന് അത് റിവേഴ്സൽ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള രീതിയിൽ. പക്ഷെ ബാങ്ക് നിഫ്റ്റി പ്രോപ്പർ ആയിട്ട് ഒരു കൺഫർമേഷൻ തന്നപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത് തന്നെ. നമ്മളെ എൻട്രി എടുത്തിട്ടുള്ള എക്സിക്യൂട്ട് ആയിട്ടുള്ളത് 770 റേഞ്ചിലാണ്. സ്റ്റോപ്പ് ലോസ് 744 45-ൽ വെച്ചിട്ടുണ്ട്. ഏകദേശം 20-25 പോയിന്റ്സിന്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ് ഉള്ളത് നമുക്ക്. താഴെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എസ് എൽ ഇറ്റാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇമോഷണലി ഒന്ന് ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓവർ ക്വാണ്ടിറ്റി ആണ്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ 30 രണ്ട് ലോട്ട് എന്ന് പറയണത് വലിയ ഓവർ ക്വാണ്ടിറ്റി ഇല്ല. പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ പിന്നെ നമ്മുടെ ഡെയിലി റിസ്ക്കും വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു വലിയൊരു ഇത് തന്നെയാണ്. കാരണം നമ്മുടെ പ്ലാനിൽ നിന്നാണ് ഔട്ട് പുറത്ത് പോകാനുള്ള പരിപാടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു നേരത്തുള്ള ഒരു ഇത് എന്തായാലും വരും. എനിക്ക് വരാറുണ്ട് പ്രോപ്പർലി. കാരണം പ്രോപ്പർ ആയിട്ട് എനിക്ക് അങ്ങനത്തെ നല്ലതായിട്ട് പോലെ ടെൻഷൻ വരാറുണ്ട് ഒരു സമയത്തേക്ക്. ഇപ്പൊ കുറവാണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. കാരണം നമുക്ക് മനസ്സിലായി നെക്സ്റ്റ് എന്ത് വന്നാലും മാക്സിമം നമുക്ക് ഇതിലും എസ് എൽ അടിച്ചാലേ നമുക്ക് പൂവ് എത്ര ഉള്ളൂ എന്നുള്ള രീതിയിൽ അറിയാം. പിന്നെ ഓവർ കോൺഫിഡൻസ് ഒക്കെ എടുത്തിട്ട് ആവശ്യമില്ലാണ്ട് ആ ആ ലോസ് മുഴുവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ 30 പോയിന്റ്സ് എടുത്തത് അടുത്തതിന് 90 100 ക്വാണ്ടിറ്റി എടുക്കുമ്പോഴാണ്. 2 ലോട്ട് എടുത്തത് 5 ലോട്ട് 8 ലോട്ട് ഒക്കെ എടുത്തിടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് റിവേഴ്സിൽ വരിക വീണ്ടും നമ്മുടെ ഒരു വ്യൂ വരികയാണെങ്കിൽ ഒരു ചെറിയ പെട്ടെന്ന് തന്നെ ടാർഗറ്റ് ക്യാച്ച് ചെയ്തിട്ട് വീണ്ടും വലിയ പ്രോഫിറ്റിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ. ഇപ്പൊ അതില്ല. അപ്പൊ അത് കാരണം തന്നെ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അന്ന് ലാസ്റ്റ് ഡേക്ക് ഉണ്ടാക്കിയ പോലെ 8,000 പ്രോഫിറ്റിന് പകരം ഒരു 16,000 രൂപ ഡബിള് ലോസിലേക്ക് പോകും. അപ്പൊ അങ്ങനെയാണ് ഓവറോൾ മന്ത് എൻഡ് വരുമ്പോൾ നമ്മൾ ലോസിൽ പോയിരുന്നത്. അപ്പൊ എന്തായാലും അത് ഇവിടെ ഇല്ല. ഇപ്പൊ ഈ ഒരു എൻട്രി നമ്മൾ എൻട്രി എടുത്തിടുന്ന നെക്സ്റ്റ് ക്യാൻഡിൽ മുതൽ താഴേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പ്രോബ്ലം ഉണ്ടായത് എന്താ വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ സപ്പോർട്ടിൽ നിന്നല്ല എൻട്രി എടുത്ത്, രണ്ട് സോണിന്റെ ഇടയിൽ നിന്ന് എൻട്രി എടുത്ത്. അപ്പോ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കണക്കിലെടുക്കാണ്ട് ഓവർ ഒറ്റ ഇതിന് പകരം 2 ലോട്ട് എടുത്തു. ഇനിയിപ്പോ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ എസ് എൽ ആണ്. ഇതിലും എസ് എൽ അടിക്കുക വെച്ചെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്നുകൂടി ചെറുതായിട്ട് താഴത്തേക്ക് വെക്കും. ചിലപ്പോ ഒരു പക്ഷെ പ്രീമിയത്തിൽ ഡയലോ എന്നൊക്കെ റിവേഴ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഞാൻ എസ് എൽ എടുത്തൊന്ന് ചെറുതായിട്ട് താഴേക്ക് വെച്ചിരുന്നു. നെക്സ്റ്റ് ക്യാൻഡിലിൽ നല്ല പോലെ ഇനിയിപ്പോ അത് ചാർട്ടിന്റെ കംപ്ലൈന്റ് ആണോന്ന് അറിയില്ല. പക്ഷെ നല്ല പോലെ താഴത്തേക്ക് മൊമെന്റം വന്നുട്ടാ. ബാങ്ക് നിഫ്റ്റിയില് ഒരു ജാതി താഴേക്ക് ഒരു നല്ലൊരു മൂവ് വന്നു. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇനിയിപ്പോ ലോസ് ആവുകയാണെങ്കിൽ തന്നെ ഇതിൽ ഇത്തിരി കൂടുതൽ ലോസ് വരും. 2K അടുത്ത് ലോസ് വരുന്നതായിരിക്കും എന്തായാലും. പക്ഷെ എസ് എല്ലിന്റെ അടുത്ത് ആവാറായിട്ടുണ്ട് നല്ല പോലെ. ആ നമ്മുടെ എസ് എൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ. വെയിറ്റ് ചെയ്യാം നമുക്കിനി ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ. ആ ഞാന് സെയിം നമ്മള് നേരത്തെ എടുത്തിരുന്ന അതേ സ്ട്രൈക്ക് പ്രൈസ് തന്നെ 53 കോൾ ഓപ്ഷനിൽ ഒരു എൻട്രി കൂടി എടുത്തിട്ടുണ്ട്. അതും ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 740 ഏരിയയിൽ തന്നെയാണ് എൻട്രി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്. എൻട്രി എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ വ്യൂ കറക്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഇത്തിരി കൂടി ഫാസ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ സെൽ അടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഇമോഷണലി ചാടി കയറിയിട്ട് എൻട്രി എടുക്കുകയും ചെയ്തു. പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ട് ചെറിയ എസ് എൽ ഇട്ടു. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ മിനിമം എന്റെ ഒരു ഇതിനനുസരിച്ചിട്ട് 50 പോയിന്റ്സ് എങ്കിലും എസ് എൽ ഇടുന്നതിന് പകരം ഞാൻ ജസ്റ്റ് 25 നേരെ പകുതി ഇട്ടിട്ട് ഡബിൾ ക്വാണ്ടിറ്റി എടുത്തു. പക്ഷെ അത് ഒറ്റ ക്യാൻഡിൽ വന്നിട്ട് തന്നെ ഹിറ്റായി. സെയിം സെയിം റെസിസ്റ്റൻസിൽ തന്നെ ആണ്. സോറി, സപ്പോർട്ടിൽ സെയിം സപ്പോർട്ടിൽ തന്നെ ആയിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് അത്
സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് ഇപ്പൊ കയറുന്നത്. അപ്പൊ അത് കാരണം കൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ എൻട്രി വന്നത്. ഇപ്പൊ നമ്മള് എപ്പോഴും പറയണ പോലെ എൻട്രി എടുത്തതിന് ശേഷം നല്ലപോലെ പ്രോഫിറ്റിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇനിയിപ്പോ എന്തായാലും നോക്കി നോക്കാം. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കണ പോലെ ചാടി കയറിയിട്ട് കൂടുതൽ എടുക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് 30 ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അത് കാരണം ഈ 30 ക്വാണ്ടിറ്റി ആയതുകൊണ്ട്, കാരണം നമുക്കറിയാം മാക്സിമം ലോസ് എത്രയാന്ന് വരുന്നത്. അപ്പൊ അത് കാരണം വലിയ ഇമോഷൻസ് ഒന്നും നമുക്ക് ട്രേഡിൽ വന്നിട്ടില്ല. പലപ്പോഴും ഇങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഓവറായിട്ട് ഇത് എടുക്കുമ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമോഷൻസ് വരുന്നതും പ്രോപ്പറായിട്ട് പല എൻട്രീസ് മിസ് ആവണതും ഓവർ ട്രേഡിലേക്ക് പോകണതും കോൺഫിഡൻസ് കുറയണതൊക്കെയും. പക്ഷെ ഈ ഒരു ട്രേഡ് നല്ലൊരു എൻട്രി ആയിരുന്നു. പ്ലസ് നല്ലൊരു നമ്മുടെ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിന്റെ ഉള്ളിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് ഓക്കെയാണ്. വെയിറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മൂവ് അപ്പ് സൈഡിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മുടെ എസ് എൽ എടുത്തിട്ട് ആദ്യത്തെ ട്രേഡ് 2000 സ്റ്റോപ്പ് ലോസ്, രണ്ടാമത്തെ ട്രേഡ് 2000 എസ് എൽ അടിച്ചു. ഓവറോൾ 4000 രൂപ പ്രോഫിറ്റ് ലോസിലായിരുന്നു നമ്മൾ. അതിനുശേഷം പിന്നെ നമ്മൾ 1500 രൂപ റിസ്ക് എടുക്കും. അപ്പൊ ആ റിസ്ക് നമ്മൾ ഒഴിവാക്കിയിട്ട് ആദ്യം നമ്മൾ കോസ്റ്റ് ലോസിൽ ഇവിടുന്ന് വെച്ചു. അപ്പൊ മാക്സിമം പിന്നെ ആ ദിവസം ലൂസ് പോവുക 4000 രൂപ. ഇപ്പൊ നമ്മൾ വീണ്ടും അവിടെ നിന്ന് കയറ്റിയിട്ട് ഇനിയിപ്പോ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും കൂടിയിട്ട് നമുക്ക് മാക്സിമം പോവുക ഒരു 2000 രൂപ. അതായത് നമ്മൾ നോർമലി ഉള്ള പ്ലാനിനനുസരിച്ചിട്ട് 1:1 ലോസിൽ മാത്രമേ ഇന്ന് അവസാനിക്കുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ കണ്ടിട്ട് താഴത്തേക്ക് വീഴാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു മൂവ് വന്നാൽ മാത്രം താഴേക്ക് ഇറങ്ങണാട്ടി മുന്നേ ഞാൻ എന്തായാലും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങും. കാരണം ഇതേപോലെ പലപ്പോഴും നമ്മൾ പിടിച്ചിരുന്നിട്ട് ലോസിൽ ചെന്നിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കൂടിയിട്ട് ഒറ്റ പ്ലാനുള്ളൂ ഇന്ന്. നമ്മുടെ എൻട്രീസ് പലപ്പോഴും പാളിയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു മൊമെന്റം വേറെ രീതിയിൽ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങും. ഞാൻ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിരുന്നു. റീസൺ ഒന്നുമില്ല, അവിടുന്ന് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസ് വന്നപ്പോൾ പിന്നെ കൂടുതൽ ലോസിലേക്ക് പോകണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി. എന്നാൽ ഓവറോൾ നമ്മളൊരു 4000 രൂപ ലോസിന്റെ അടുത്ത് ഒരു 1500 രൂപ ലോസിലേക്ക് കുറച്ചുണ്ട്. 2500 രൂപ നമ്മൾ എടുത്ത ഈ മൂന്നാമത്തെ എൻട്രിയിൽ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. അപ്പൊ ഓവറോൾ എല്ലാ ബ്രോക്കറേജ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇന്ന് 2000 രൂപ അടുത്ത് ലോസ് ഉണ്ടാവും. നമുക്ക് ആ ഒരു ലോസ് ഒന്നുമില്ല, കാരണം മാർക്കറ്റ് ഇന്നത്തോട് കൂടിയിട്ട് അവസാനിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ എന്തായാലും അവിടെ സേഫ് ആയിട്ട് വേണം. നമ്മൾ ഏകദേശം 740 എൻട്രി എടുത്തിട്ട് ഏകദേശം 830 പോയിന്റ്സിന്റെ അടുത്ത് 90 പോയിന്റ്സിന്റെ അടുത്ത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ കാണുന്നതായിരിക്കും. ബൈ.